നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് മടക്ക് പത്തിരി എന്നാണ്. ഏകദേശം കണ്ടാൽ നമ്മുടെ ചട്ടിപ്പത്തിരിയുടെയൊക്കെ പോലെ ഉണ്ടാവും, കട്ട് ചെയ്ത് വെച്ചാൽ. അല്ലാതെ വെച്ചാൽ ഇങ്ങനെയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ഞാനൊരു 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് നിർബന്ധമില്ല, നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കനെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതുപോലെ പിച്ചെടുത്തതാണ്. അതിന് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബീഫ് ഉള്ളവർ ബീഫ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്താൽ ഈ ഓവറായിട്ടൊരു കുത്തുന്ന എരിവൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങ് പോയി കിട്ടും, നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ കെച്ചപ്പ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊള്ളട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. മൈദപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായ ബാറ്ററല്ല, നമ്മുടെ നീർദോശേനെ പോലൊന്നും അല്ല കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടെ തിക്കാവണം, എന്നാൽ ഓവർ തിക്കാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ആദ്യം കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ബാറ്ററിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസിൽ ദോശയായിട്ട് കിട്ടും. പിന്നെ നമുക്കറിയാമല്ലോ, മൈദ കൊണ്ടുള്ള ദോശയല്ലേ, ഇത് വേവാൻ അത്ര കൂടുതൽ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ ചെയ്യുന്നത്. അതൊന്ന് ഇതുപോലെ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലയാണ്, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെക്കരുത്. അതിൻ്റെ ഹാഫ് പോർഷനിൽ മസാല വെക്കുക. പിന്നെ സൈഡിലേക്ക് വല്ലാണ്ട് കയറ്റി വെക്കണ്ട കേട്ടോ. മസാല വെച്ച ശേഷം ചട്ടകം കൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് നമ്മുടെ ചട്ടകം കൊണ്ട് തന്നെ അത് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ദോശ നല്ല ദോശ ആയതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവൊന്നുമില്ല. അപ്പോൾ ദോശമാവ് കട്ടി കൂടിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗമല്ലേ അവിടെ ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ മടക്കി വെച്ച ദോശയല്ലേ, അതിനോട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അവിടെ ഇതുപോലെ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഓൾറെഡി മസാല ഉണ്ടാണ്, ശ്രദ്ധിച്ചിട്ട് തിരിച്ചിടുക കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 5 ലെയറൊക്കെ മാക്സിമം ചെയ്താൽ മതിയാവും കേട്ടോ. അതിൽ കൂടുതലാവുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 ലെയറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നവരായിരിക്കില്ലേ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ഏതാണെന്നാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ കമൻറ്റ് ചെയ്തതിന് താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യരുത്. അയാളുടെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യരുത്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
ഇപ്പോൾ ഞാനിതൊരു 5 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളൊരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ ഓഫായി പോയിട്ട്, അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മൾ എത്ര ലെയറാണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മുടെ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ മടക്കിയ ഭാഗമല്ലേ, ആ ഭാഗത്ത് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് കുറച്ച് സമയം 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് വേറൊരു ഫ്രൈങ് പാനിലേക്കൊന്ന് മറിച്ചിടാം. അതിൻ്റെ രണ്ടാമത്തെ സൈഡും വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടവും കൊണ്ട് മറിച്ചിടുമ്പോൾ അഥവാ പൊട്ടിപ്പോയാലെന്ന് വെച്ചിട്ടാണ് ഞാൻ വേറൊരു ഫ്രൈങ് പാനിലേക്ക് തിരിച്ചിട്ടിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ കാണാനുണ്ടാവുക. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. എന്നിട്ട് ഇതിൽ ഓരോ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡും നോക്കിയാൽ ഇതുപോലെ ഉണ്ടാവും. ഏകദേശം നമ്മുടെ ഒരു ചട്ടിപ്പത്തിരിയുടെ ലുക്കൊക്കെ അല്ലേ, പക്ഷേ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഗിവ് എവേയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.